ഇപ്പം നമുക്ക് ഏകദേശം ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രാത്രി. ഈ ഒരു സമയമാകുമ്പോൾ നമ്മുടെ ഗാർഡനിൽ ഇങ്ങനെ ഇറങ്ങുന്ന ഇതിപ്പോൾ ഒരു ശീലമായിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഓരോ വർഷവും ഇപ്പം ഡിസംബർ തീരാറായി, എത്ര പെട്ടെന്നല്ലേ ഒരു വർഷം കടന്നു പോയത്. കഴിഞ്ഞ ഈ ജനുവരിയിൽ ഞാൻ ഭയങ്കര ഒരുപാട് തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നു കേട്ടോ. എല്ലാവരെ പോലെ തന്നെ നമ്മൾ ജനുവരി ആകുമ്പോൾ ന്യൂ ഇയറിനൊരു പുതിയ റെസൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാറില്ലേ. ഞാൻ കുറച്ചധികം റെസൊല്യൂഷൻസ് ആയിരുന്നു കേട്ടോ ഈ പ്രാവശ്യം എടുത്തത്. അതുകൊണ്ടാണെന്ന് തോന്നണം ഒന്നും തന്നെ നടന്നില്ല. ദിവസങ്ങൾ കടന്നു പോയത് അറിഞ്ഞില്ല കേട്ടോ. ഇപ്പോൾ ഇത് അടുത്ത വർഷം തുടങ്ങാറായി, ഡിസംബർ തീരാറായി. അപ്പം ഞാൻ ഇന്ന് ആലോചിക്കുമായിരുന്നു, നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് തീരുമാനങ്ങളൊക്കെ എടുത്താൽ നമ്മുടെ തീരുമാനങ്ങൾ മാത്രമല്ല, അതിന് പഠിച്ചവൻ്റെ ഒരു അനുഗ്രഹം കൂടി വേണം അല്ലേ. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അതുപോലെ നടക്കണമെന്നുണ്ടെങ്കിൽ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എടുത്തതിൽ എൻ്റെ മെയിനായിട്ട് ഡ്രൈവിങ് പഠിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ എനിക്ക് അത് നടന്നില്ല, ഡ്രൈവിങ് പഠിത്തമേ നടന്നില്ല. അതുപോലെ ഞാൻ എൻ്റെ ഗാർഡൻ ഒരു പുതിയ മേക്ക് ഓവർ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കേട്ടോ. എനിക്ക് എൻ്റെ ഫാമിലി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ ഗാർഡൻ, എൻ്റെ പ്ലാന്റ്സുകളാണ് എൻ്റെ എല്ലാം. ഒരു ദിവസം പോലും ഈ ഒരു സമയത്ത് ഇതിൽ ഇറങ്ങിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല കേട്ടോ കിടന്ന. അത്രയും അഡിക്റ്റഡ് ആണ്. പക്ഷെ എൻ്റെ മക്കൾ പറയണത് അമ്മയ്ക്ക് ഞങ്ങളെക്കാളും വലുത് ചെടികളാണ് കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നുമല്ല, നമ്മുടെ ഫാമിലിയാണ് നമുക്ക് എപ്പോഴും വലുത്. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ പ്ലാന്റ്സുകളാണ്. എനിക്ക് എല്ലാ വിഷമങ്ങളും എല്ലാ സന്തോഷം കിട്ടുന്നതും ഇതിലോരോ ലീഫുകൾ വരുന്നതും ഫ്ലവർ കാണുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഗാർഡൻ ഒരു വലിയ മേക്ക് ഓവർ നടത്തണം എന്നൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ്. ഇപ്പോൾ ഈ ഒരു വർഷം തീരാറായി. എങ്ങനെ 10-12 മാസം എങ്ങനെ കടന്നു പോയെന്ന് ആലോചിച്ചാൽ നമുക്ക് അറിയില്ല. അപ്പോൾ എത്രയോ പെട്ടെന്നല്ലേ. എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. നമ്മുടെ ഓരോ പല പ്രോബ്ലംസിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർഷം തീരാറായി. അപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. അതല്ല, നമ്മളിപ്പോൾ ക്രിസ്മസിൻ്റെ ഓഫറായിട്ട് ഒരുപാട് പ്ലാൻസുകളൊക്കെ ഇറക്കിയിരിക്കുകയാണ്. ഒരുപാട് ഓഫറുകൾ നൽകണം. പിന്നെ ഓർഡറുകൾ എടുക്കുന്ന എല്ലാം ഏകദേശം എല്ലാവർക്കും നമുക്ക് നേരത്തെ തന്നെ എത്തിച്ചു കൊടുക്കാൻ കഴിയണം. ഇതൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. പാക്കിങ്ങും ഓർഡർ ഇടലും അതിൻ്റെ കൂടെ ഡയറക്റ്റ് വരുന്ന കസ്റ്റമേഴ്സിനെ നോക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുകയായിരുന്നു ചെറിയ രീതിയിലെങ്കിലും ഒരു മേക്ക് ഓവർ നമ്മുടെ ഗാർഡന് കൊടുക്കണം എന്ന്. കഴിഞ്ഞ വർഷം തുടങ്ങിയ സമയത്തും എൻ്റെ ഗാർഡൻ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. ഈ വർഷം ഒരു പ്രത്യേകത എന്താ വെച്ചിട്ട് കളക്ഷൻസ് ഒരുപാട് കൂടിയിട്ടുണ്ട്. ഒരുപാട് മക്കളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പ്ലാന്റ്സുകൾ, ഒരുപാട് വെറൈറ്റികൾ. അത് കണ്ടില്ലേ, നടക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ എൻ്റെ ഗാർഡൻ നിറയെ പ്ലാന്റ്സുകളാണ്. ഇപ്പോൾ ബോഗൻവില്ലയുടെ ടൈം ആയതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു കളക്ഷൻസൊക്കെ നമുക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ചെറിയ രീതിയിലെങ്കിലും എന്തെങ്കിലും ഒരു മേക്ക് ഓവർ കൊടുക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമാണ് കേട്ടോ. ഇപ്പോൾ അധികം ദിവസങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ വിചാരിക്കണം നമ്മുടെ ക്രിസ്മസിൻ്റെ അവധിക്ക് കുറച്ച് ദിവസം അടുപ്പിച്ച് DTDC ഒക്കെ അവധിയായിരിക്കുമല്ലോ. ആ സമയത്തെങ്കിലും നമ്മുടെ ഗാർഡനിൽ നല്ലൊരു മേക്ക് ഓവർ കൊടുക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ ഒരുപാട് റെസൊല്യൂഷൻസ് എടുത്തിട്ട് നടക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തോളേ.